ACCA ഇത് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. +2 കഴിയുമ്പോഴത്തേനും തുടങ്ങിയില്ലേ കൺഫ്യൂഷൻ. നേരെ ACCAക്ക് പോകണോ, അതോ BCom വിത്ത് ACCA എടുക്കണോ, അതോ ഇനി ഏതെങ്കിലും ഗ്രാജുവേഷന് പോയതിന് ശേഷം ACCAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? ഇങ്ങനെയൊന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട. ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കുന്നതാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാവും. ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. ഇത് ഒരു ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾ ഫൈനാൻഷ്യൽ മേഖലയുടെ മുകൾ തട്ടുകളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന ACCA. നമ്മൾ എപ്പോഴും ഇതിൽ കുറേ എക്സംഷൻ പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനം കേൾക്കാറുണ്ട്. അവിടെയാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനും വരുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ACCA 12ാം ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാവുന്നതാണ്. പക്ഷെ 12 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പോയിട്ടുള്ള എക്സംഷൻ കിട്ടില്ല. എന്താ ഈ എക്സംഷൻ എന്നറിയോ? ഈ ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൊത്തത്തിൽ 13 പേപ്പർ ഉണ്ട്. ഈ 13 പേപ്പറും 12ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. ഒരു പേപ്പർ പോലും ഇത് എഴുതണ്ട കേട്ടോ എന്ന് ACCA പറയില്ല. പക്ഷേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇതിനു വേണ്ടി പോകുന്നത് എങ്കിൽ അവിടെ നമുക്ക് പേപ്പർ എക്സംഷൻ കിട്ടും. ഇതിന് ഡിഗ്രി കഴിയേണ്ട ആവശ്യമില്ല. ഡിഗ്രിയുടെ ചില സെമസ്റ്ററുകൾ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഈ എക്സംഷൻ നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BCom വിത്ത് ACCA എന്ന് പറഞ്ഞതിന് രണ്ടിനെയും ചേർത്ത് കെട്ടുക. BCom മാത്രമല്ല, മറ്റു ചില ഡിഗ്രികൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ എക്സംഷൻ പേപ്പർ കിട്ടും. പക്ഷേ BCom വിത്ത് ACCA ആണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുക. കാരണം എന്താ, നമ്മൾ എന്തായാലും ഒരു ഫൈനാൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ലേ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ BCom അണ്ടർ ഗ്രാജുവേഷന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന ചിന്തയിലാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കാറുള്ളത്. ഈ എക്സംഷൻ പേപ്പർ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത്ര നമ്പർ ഓഫ് എക്സംഷൻ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഇപ്പൊ ഇന്ത്യയെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ മൊത്തത്തിൽ വിടും, നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ 5 പേപ്പർ എക്സംഷനുള്ള സ്ഥലങ്ങളുണ്ട്, 6 പേപ്പർ എക്സംഷനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പോയി 9 പേപ്പർ വരെ എക്സംഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്. നമ്മുടെ രാജ്യത്ത് നല്ല ലോകത്തിൽ എവിടെ പോയിട്ട് നിങ്ങൾ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാലും 9ൽ കൂടുതൽ എക്സംഷൻ കിട്ടില്ല. അപ്പോൾ മാക്സിമം എക്സംഷൻ എന്ന് പറയുന്നത് 9 ആണ്. ഈ 9 എക്സംഷൻ പേപ്പറോട് കൂടി നിങ്ങൾക്ക് ACCA പഠിച്ച് എടുക്കാം. അപ്പൊ 4 പേപ്പർ എഴുതിയാൽ മതി. രസല്ലേ? 13 പേപ്പർ എഴുതേണ്ട സ്ഥലത്ത് വെറും 4 പേപ്പർ മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കാൻ കേരളത്തിലെ മികച്ചൊരു അക്കാഡമി ഉണ്ട്. അതാണ് III കോമേഴ്സ് അക്കാഡമി. III കോമേഴ്സ് അക്കാഡമിയിൽ നിങ്ങൾ 12ാം ക്ലാസ്സിന് ശേഷം BCom വിത്ത് ACCA എന്ന കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് BCom പഠിക്കാൻ പറ്റും, ACCAക്ക് വേണ്ടി കോച്ചിങ്ങും കിട്ടും. ഈ BComന് 9 പേപ്പർ എക്സംഷൻ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പ്രമുഖമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നുണ്ടല്ലോ ഈ 9 പേപ്പർ എക്സംഷൻ എന്ന് പറയുമ്പോൾ 9 പേപ്പർ പഠിക്കേ വേണ്ട, നേരെ അങ്ങ് 4 പേപ്പർ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല. ഈ 9 പേപ്പറിന്റെ കുറച്ചൊരു നോളജ് നമ്മുടെ തലയിലുണ്ട് എങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ബാക്കി 4 പേപ്പർ പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ ഈ III പോലൊരു സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് എങ്കിൽ അവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ 9 പേപ്പറിലും നമ്മൾ എഴുതേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരും. അതിൽ ഏതെങ്കിലും കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മിസ്സിംഗ് ആണ് എങ്കിൽ അതിനെയൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ III പഠിക്കുന്ന ഒരു കുട്ടിക്ക് 4 പേപ്പർ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഈസി പരിപാടിയാണ്. കാരണം കൃത്യമായി പഠിച്ചു പോയിട്ടുണ്ടേ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും. അതാണ് സ്പെഷ്യാലിറ്റി. ഇനി വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് MBAയോടൊപ്പം ACCA ചെയ്യാൻ പറ്റും. അവിടുത്തെ ഗുണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മൾ ഓൾറെഡി ഒരു ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞു, അവിടെ നമ്മളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ നേരിട്ട് അടുത്ത പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ACCAക്ക് പോകണം എന്ന് തന്നെ വിചാരിച്ചെന്ന് വെച്ചോ. പക്ഷെ ACCAക്ക് വേണ്ടി മാത്രമായി പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം അതിനോടൊപ്പം ഒരു MBA കൂടി പഠിക്കുകയാണെങ്കിൽ നമ്മൾ കരിയറിൽ കുറച്ചുകൂടെ മുകളിൽ വരില്ലേ? അപ്പൊ അത് നല്ലതല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് MBA വിത്ത് ACCA ആണ്. അതിനുള്ള ഓപ്ഷനും III കോമേഴ്സ് അക്കാഡമിയിലുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുക. അവരുടെ വളരെ ഗൈഡഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ACCA പോലൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൃത്യമായി പാസ്സായി നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ആ വഴിയിലൂടെ നിങ്ങൾക്ക് കരിയറിൽ മുകളിലേക്ക് എത്താനും പറ്റും. ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ഇവിടെ നമ്പർ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു ക്വാളിഫിക്കേഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ വെറുതെ എന്തിനാണ് നമ്മൾ സമയം കളയുന്നത്?
ഗുഡ് ലക്ക്. പിന്നൊരു കാര്യമുണ്ടേ, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് ACCA കോച്ചിങ് അബ്സല്യൂട്ട്ലി ഫ്രീ.